സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹാഡ് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഹാഡ് ഉപയോഗിച്ച് കുറേ സെൻറ്റൻസുകൾ പഠിക്കാം. അത് വാങ്ങാനുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? ഹാഡ് ടു ബൈ ഇറ്റ്. അത് വാങ്ങാൻ ഉണ്ടായിരുന്നു. ഹാഡ് ടു ബൈ ഇറ്റ്. അത് വാങ്ങാൻ ഉണ്ടായിരുന്നു. ഹാഡ് പറഞ്ഞാൽ ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ബൈ പറഞ്ഞാൽ വാങ്ങുക. അത് എന്ന് പറയുന്നത് ഇറ്റിന് ഇത് അത് എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. ഹാഡ് ടു ബൈ ഇറ്റ്. അത് വാങ്ങാനുണ്ടായിരുന്നു. ഹാഡ് ടു ബൈ ഇറ്റ്. അത് വാങ്ങാനുണ്ടായിരുന്നു. എനിക്കത് മുൻപേ ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? ഐ ഹാഡ് ഇറ്റ് ബിഫോർ. എനിക്കത് മുന്നേ ഉണ്ടായിരുന്നു. 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 ബിഫോർ എന്ന് പറഞ്ഞാൽ മുമ്പ് എന്നുള്ള അർത്ഥമാണ്. എനിക്കത് പാടാനുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? ഐ ഹാഡ് ടു സിങ് ഇറ്റ്. എനിക്കത് പാടാൻ ഉണ്ടായിരുന്നു. ഐ ഹാഡ് ടു സിങ് ഇറ്റ്. എനിക്കത് പാടാൻ ഉണ്ടായിരുന്നു. എനിക്കത് പാടാനുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? ഐ ഹാഡ് ടു സിങ് ഇറ്റ്. എനിക്കത് പാടാൻ ഉണ്ടായിരുന്നു. ഐ ഹാഡ് ടു സിങ് ഇറ്റ്. എനിക്കത് പാടാൻ ഉണ്ടായിരുന്നു. ഐ ഹാഡ് ടു സിങ് ഇറ്റ്. എനിക്കത് പാടാൻ ഉണ്ടായിരുന്നു. അപ്പം അത് പറയാനുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? ഐ ഹാഡ് ടു സേ ഇറ്റ്. എനിക്കത് പറയാനുണ്ടായിരുന്നു. ഐ ഹാഡ് ടു സേ ഇറ്റ്. എനിക്കത് പറയാൻ ഉണ്ടായിരുന്നു. ഐ ഹാഡ് ടു സേ ഇറ്റ്. എനിക്കത് പറയാൻ ഉണ്ടായിരുന്നു. ഐ ഹാഡ് ടു സേ ഇറ്റ്. എനിക്കത് പറയാൻ ഉണ്ടായിരുന്നു. എനിക്കത് കാണാനുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? ഐ ഹാഡ് ടു സീ ഇറ്റ്. എനിക്കത് കാണാൻ ഉണ്ടായിരുന്നു. 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 എനിക്കത് ചെയ്യാനുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? ഐ ഹാഡ് ടു ഡു ഇറ്റ്. എനിക്കത് ചെയ്യാൻ ഉണ്ടായിരുന്നു. ഐ ഹാഡ് ടു ഡു ഇറ്റ്. എനിക്കത് ചെയ്യാൻ ഉണ്ടായിരുന്നു. ഐ ഹാഡ് ടു ഡു ഇറ്റ്. എനിക്കത് ചെയ്യാനുണ്ടായിരുന്നു. ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഐ ഹാഡ് ടു ഡു ഇറ്റ്. എനിക്കത് ചെയ്യാൻ ഉണ്ടായിരുന്നു. എനിക്കത് പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? ഐ ഹാഡ് ടു ടെൽ യു ദാറ്റ്. എനിക്കത് പറഞ്ഞു കൊടുക്കാൻ ഉണ്ടായിരുന്നു. ഐ ഹാഡ് ടു ടെൽ യു ദാറ്റ്. എനിക്കത് പറഞ്ഞു കൊടുക്കാൻ ഉണ്ടായിരുന്നു. ഐ ഹാഡ് ടു ടെൽ യു ദാറ്റ്. എനിക്കത് പറഞ്ഞു കൊടുക്കാൻ ഉണ്ടായിരുന്നു. ഐ ഹാഡ് ടു ടെൽ യു ദാറ്റ്. എനിക്കത് പറഞ്ഞു കൊടുക്കാൻ ഉണ്ടായിരുന്നു. എനിക്കത് അവർക്ക് കൊടുക്കാൻ ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? ഐ ഹാഡ് ടു ഗീവ് ഇറ്റ് ടു ദം. എനിക്കത് അവർക്ക് കൊടുക്കാൻ ഉണ്ടായിരുന്നു. ഐ ഹാഡ് ടു ഗീവ് ഇറ്റ് ടു ദം. എനിക്കത് അവർക്ക് കൊടുക്കാൻ ഉണ്ടായിരുന്നു. ഐ ഹാഡ് ടു ഗീവ് ഇറ്റ് ടു ദം. എനിക്കത് അവർക്ക് കൊടുക്കാൻ ഉണ്ടായിരുന്നു. ഐ ഹാഡ് ടു ഗീവ് ഇറ്റ് ടു ദം. എനിക്കത് അവർക്ക് കൊടുക്കാൻ ഉണ്ടായിരുന്നു. എനിക്ക് അവരെ നോക്കാനുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? ഐ ഹാഡ് ടു ലുക്ക് അറ്റ് ദം. എനിക്ക് അവരെ നോക്കാനുണ്ടായിരുന്നു. ഐ ഹാഡ് ടു ലുക്ക് അറ്റ് ദം. എനിക്ക് അവരെ നോക്കാനുണ്ടായിരുന്നു. ഐ ഹാഡ് ടു ലുക്ക് അറ്റ് ദം. എനിക്ക് അവരെ നോക്കാനുണ്ടായിരുന്നു. ഐ ഹാഡ് ടു ലുക്ക് അറ്റ് ദം. എനിക്ക് അവരെ നോക്കാനുണ്ടായിരുന്നു. എനിക്ക് അവരെ കാത്തിരിക്കാനുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? ഐ ഹാഡ് ടു വെയിറ്റ് ഫോർ ദം. എനിക്ക് അവരെ കാത്തിരിക്കാൻ ഉണ്ടായിരുന്നു. ഐ ഹാഡ് ടു വെയിറ്റ് ഫോർ ദം. എനിക്ക് അവരെ കാത്തിരിക്കാൻ ഉണ്ടായിരുന്നു. ഐ ഹാഡ് ടു
വെയിറ്റ് ഫോർ ദം, എനിക്ക് അവരെ കാത്തിരിക്കാൻ ഉണ്ടായിരുന്നു. ഐ ഹാഡ് ടു വെയിറ്റ് ഫോർ ദം, എനിക്ക് അവരെ കാത്തിരിക്കാൻ ഉണ്ടായിരുന്നു. എൻ്റെ മനസ്സിലൊരാശയം ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? ഐ ഹാഡ് എൻ ഐഡിയ ഇൻ മൈ മൈൻഡ്. ഇൻ മൈ മൈൻഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ, ഐഡിയ എന്ന് പറഞ്ഞാൽ ആശയം. ഐ ഹാഡ് എൻ ഐഡിയ ഇൻ മൈ മൈൻഡ്, എൻ്റെ മനസ്സിൽ ഒരു ആശയം ഉണ്ടായിരുന്നു. ഐ ഹാഡ് എൻ ഐഡിയ ഇൻ മൈ മൈൻഡ്, എൻ്റെ മനസ്സിൽ ഒരു ആശയം ഉണ്ടായിരുന്നു. ഐ ഹാഡ് എൻ ഐഡിയ ഇൻ മൈ മൈൻഡ്, എൻ്റെ മനസ്സിൽ ഒരു ആശയം ഉണ്ടായിരുന്നു. എൻ്റെ മനസ്സിലൊരു മോഹം ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? ഐ ഹാഡ് എ ഡിസയർ ഇൻ മൈ മൈൻഡ്, എൻ്റെ മനസ്സിൽ ഒരു മോഹം ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ ഡിസയർ ഇൻ മൈ മൈൻഡ്, എൻ്റെ മനസ്സിൽ ഒരു മോഹം ഉണ്ടായിരുന്നു. ഡിസയർ എന്ന് പറഞ്ഞാൽ മോഹം കേട്ടോ. ഐ ഹാഡ് എ ഡിസയർ ഇൻ മൈ മൈൻഡ്, എൻ്റെ മനസ്സിൽ ഒരു മോഹം ഉണ്ടായിരുന്നു. മനസ്സിൽ ദേഷ്യം ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? ഐ ഹാഡ് ആങ്കർ ഇൻ മൈ ഹേർട്ട്, എൻ്റെ മനസ്സിൽ ദേഷ്യം ഉണ്ടായിരുന്നു. ഐ ഹാഡ് ആങ്കർ ഇൻ മൈ ഹേർട്ട്, എൻ്റെ മനസ്സിൽ ദേഷ്യം ഉണ്ടായിരുന്നു. ഐ ഹാഡ് ആങ്കർ ഇൻ മൈ ഹേർട്ട്, എൻ്റെ മനസ്സിൽ ദേഷ്യം ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ അതുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? ഐ ഹാഡ് ഇറ്റ് ഇൻ മൈ ഹാൻഡ്, എൻ്റെ കയ്യിൽ അതുണ്ടായിരുന്നു. ഐ ഹാഡ് ഇറ്റ് ഇൻ മൈ ഹാൻഡ്, എൻ്റെ കയ്യിൽ അതുണ്ടായിരുന്നു. ഐ ഹാഡ് ഇറ്റ് ഇൻ മൈ ഹാൻഡ്, എൻ്റെ കയ്യിൽ അതുണ്ടായിരുന്നു. എന്തോ പറയാനുണ്ടായിരുന്നു എന്ന് പറയില്ലേ? ഐ ഹാഡ് സംതിങ് ടു സേ, എന്തോ പറയാനുണ്ടായിരുന്നു. ഐ ഹാഡ് സംതിങ് ടു സേ, എന്തോ പറയാനുണ്ടായിരുന്നു. ഐ ഹാഡ് സംതിങ് ടു സേ, എന്തോ പറയാൻ ഉണ്ടായിരുന്നു. ഐ ഹാഡ് സംതിങ് ടു സേ, എന്തോ പറയാനുണ്ടായിരുന്നു. എനിക്കൊരു നല്ല സുഹൃത്തുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? ഐ ഹാഡ് എ ഗുഡ് ഫ്രണ്ട്, എനിക്കൊരു നല്ല സുഹൃത്തുണ്ടായിരുന്നു. ഐ ഹാഡ് എ ഗുഡ് ഫ്രണ്ട്, എനിക്കൊരു നല്ല സുഹൃത്തുണ്ടായിരുന്നു. ഐ ഹാഡ് എ ഗുഡ് ഫ്രണ്ട്, എനിക്കൊരു നല്ല സുഹൃത്തുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ നന്മ ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? ഐ ഹാഡ് എ ഗുഡ്നെസ് ഇൻ മൈ ഹേർട്ട്, എൻ്റെ മനസ്സിൽ നന്മ ഉണ്ടായിരുന്നു. ഐ ഹാഡ് ഗുഡ്നെസ് ഇൻ മൈ ഹേർട്ട്, എൻ്റെ മനസ്സിൽ നന്മ ഉണ്ടായിരുന്നു. ഐ ഹാഡ് ഗുഡ്നെസ്, ഗുഡ്നെസ് പറഞ്ഞാൽ നന്മ. ഇൻ മൈ ഹേർട്ട്, എൻ്റെ മനസ്സിൽ നന്മയുണ്ടായിരുന്നു. ഐ ഹാഡ് ഗുഡ്നെസ് ഇൻ മൈ ഹേർട്ട്, എൻ്റെ മനസ്സിൽ നന്മ ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ വാച്ച് ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? ഐ ഹാഡ് എ വാച്ച് ഇൻ മൈ ഹാൻഡ്, എൻ്റെ കയ്യിൽ ഒരു വാച്ച് ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ വാച്ച് ഇൻ മൈ ഹാൻഡ്, എൻ്റെ കയ്യിൽ ഒരു വാച്ച് ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ വാച്ച് ഇൻ മൈ ഹാൻഡ്, എൻ്റെ കയ്യിൽ വാച്ച് ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ വാച്ച് ഇൻ മൈ ഹാൻഡ്, എൻ്റെ കയ്യിൽ വാച്ച് ഉണ്ടായിരുന്നു. തലയിൽ പൂവുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? ഷീ ഹാഡ് എ ഫ്ലവർ ഓൺ ഹെർ ഹെഡ്, അവളുടെ തലയിൽ പൂവുണ്ടായിരുന്നു. ഷീ ഹാഡ് എ ഫ്ലവർ ഓൺ ഹെർ ഹെഡ്, അവളുടെ തലയിൽ പൂവുണ്ടായിരുന്നു. ഷീ ഹാഡ് എ ഫ്ലവർ ഓൺ ഹെർ ഹെഡ്, അവളുടെ തലയിൽ പൂവുണ്ടായിരുന്നു. അവൻ്റെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയാം? ഹി ഹാഡ് എ ബാഗ് ഇൻ ഹിസ് ഹാൻഡ്, അവൻ്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. ഹി ഹാഡ് എ ബാഗ് ഇൻ ഹിസ് ഹാൻഡ്, അവൻ്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. ഹി ഹാഡ് എ ബാഗ് ഇൻ ഹിസ് ഹാൻഡ്, അവൻ്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയാം? ഐ ഹാഡ് എ ഗുഡ് ഫ്രണ്ട്ഷിപ്പ്, എനിക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ ഗുഡ് ഫ്രണ്ട്ഷിപ്പ്, എനിക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ ഗുഡ് ഫ്രണ്ട്ഷിപ്പ്, എനിക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണുക. അപ്പോൾ ഓക്കെ, ബൈ.